Lord. കർത്താവെ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ ആയിരിക്കുമ്പോൾ യേശുവെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവമാ. കർത്താവെ, ഞങ്ങൾ പല ആത്മീക നിലവാരത്തിലുള്ളവരാ കർത്താവെ. യേശുവെ, എന്നാൽ ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ ഒരുപോലെ കാണുന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടുന്നെന്ന് രാത്രിയിൽ എൻ്റെ യേശു തരുമാറാകണം. പരിശുദ്ധാത്മാവെ, അങ്ങ് ഹല്ലേലൂയ ഞങ്ങളോട് ഓരോരുത്തരോട് ഇത് രാത്രിയിൽ സംസാരിക്കുമാറാകണം. ലോർഡ്, I am submitting myself as a vessel unto you, O Lord. Kartave, use me as your mic, O Lord, so that I can speak what you have put in my heart, O Lord. Thank you so much for your presence, O Lord. Thank you, Lord, that you are going to encourage us tonight, O Lord, and use us mightily for your glory. In Jesus' mighty name we pray. Amen. എൻ്റെ അടുത്ത് ആക്ച്വലി മമ്മി ഒരു 1 month ബാക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴ് ഇങ്ങനെ പാസ്റ്റർ ആൻറ്റി ഇങ്ങനെ ആൽവാൻറ്റി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. മൈ ഫസ്റ്റ് റെസ്പോൺസ് വാസ് നോ. ബിക്കോസ് ഞാൻ ഇത് ദൈവനാമഹത്വത്തിന് വേണ്ടി പറയാം. ആക്ച്വലി ഞാനൊരു കഴിഞ്ഞ ഒരു 5-6 months ഐ വാസ് റിയലി ഓണസ്റ്റ്. എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണി ഭയങ്കര ഒരു ഡിക്ലൈൻ ആയിട്ടുള്ള ഒരു സമയം. ഐ വാസ് വെരി ഡ്രൈ ആക്ച്വലി ഫോർ മൾട്ടിപ്പിൾ റീസൺസ്. എനിക്ക് ഭയങ്കര ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന മെയ്ഡ് ഇല്ലായിരുന്നു, 4 മാസമായി. ഹോസ്പിറ്റലില് ഇച്ചിരി പേഷ്യന്റ് ലോഡ് കൂടുതലായിരുന്നു. സോ ഐ വാസ് റിയലി ടയേർഡ്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഐ വാസ് ടയേർഡ്. ഐ കുഡന്റ് take my quiet time. I couldn't sit in God's presence and hear his voice. അപ്പം മമ്മി എന്നോട് ലാസ്റ്റ് മന്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി ഐ എം നോട്ട് പ്രിപ്പയർഡ്. ദൈവത്തിന്റെ സന്നിധി എനിക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഐ എം നോട്ട് പ്രിപ്പയർഡ്. ലാസ്റ്റ് വീക്ക് again when Pastor Andy told മമ്മി convey this to me, എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന റെസ്പോൺസസ് നോ അഗൈൻ. പക്ഷേ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാനത് നോ പറയാൻ പോകുന്നതിന് മുമ്പ് one verse, suddenly one powerful statement that Peter said once, അത് എന്റെ മനസ്സിൽ പെട്ടെന്ന് പോപ്പപ്പ് ചെയ്തു. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 5 ജസ്റ്റ് ആസ് യു സേ സോ, നീ പറഞ്ഞത് കൊണ്ട് മാത്രം. അപ്പൊ ഞാന് മമ്മി എന്നോട് കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞപ്പോഴ് ഐ വാസ് ഇൻ എ വേഴ്സ് സിറ്റുവേഷൻ. അപ്പൊ ഐ വാസ് ലൈക്ക് ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോഴ് പത്രോസ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പോർഷൻ അത്. പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒറ്റ ഒരു മീനിനെ പോലും ലഭിച്ചില്ല. എന്നാൽ നാഥ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അപ്പം what I was thinking was, see, Peter knew the pulse of the ocean, pulse of the sea. He knew exactly the timing, exactly he knew where he could find the fish. He knew his profession. He had a thorough knowledge of the geography of the sea. പക്ഷേ അവര് രാത്രി ഫുൾ he was really frustrated. പക്ഷേ യേശു അവിടെ വന്ന്, when he stepped into that scene, see the response of Peter, എങ്കിലും നാഥ, just because you say so, I will. ഞാനപ്പോ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, പത്രോസ് വേണമെങ്കിൽ പറയാം, യേശു നീ ഒരു കാർപ്പൻറ്ററാ, വാട്ട് യു നോ, ഐ മീൻ നിനക്ക് എന്തോ സിയെ പറ്റി അറിയാം. പക്ഷെ ഹി ഹാഡ് ദാറ്റ് സ്പിരിച്വൽ റെവലേഷൻ ഹൂ ജീസസ് വാസ്. ആൻഡ് അത് കാരണം പത്രോസ് വൻ, ലോർഡ് ഐ എം അവൈലബിൾ. അപ്പൊ പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് ചോദിച്ചു, രമ്യ, ആർ യു അവൈലബിൾ ഫോർ മീ? And then I submitted. And I think it's been 10 days when Mummy told me this, and I've been praying for this. Nothing was, so many thoughts was, but I thoroughly know this is not God wants me to share. But I was really scared. And ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ലോർഡ് യൂസ് മീ ആസ് എ തവി ഇൻ യുവർ ഹാൻഡ്. യേശുവെ, നിന്നെ വിളമ്പി കൊടുക്കാൻ എന്നെ ഒരു തവിയായിട്ട് യൂസ് ചെയ്യണേ. യൂസ് മീ ആസ് എ മൈക്ക് സോ ദാറ്റ് യു ക്യാൻ സ്പീക്ക് to the hearers. I am such a fragile person. എനിക്ക് ഇപ്പോഴും മൈക്ക് എന്റെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ പേടിയാ. അപ്പം so tonight I know for sure that Holy Spirit is going to speak to each one of us. And അതിന്റെ ഒരു അഷ്വറൻസ് ആയിരുന്നു സിസ്റ്റർ സംഗീത ഇപ്പം പറഞ്ഞപ്പം. she used a word in that. നമ്മുടെ മനോഭാവം, ക്രിസ്തുവിന്റെ സന്നിധി വരുന്ന നമ്മുടെ മനോഭാവം. ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം ടിൽ യെസ്റ്റർഡേ ഈവനിങ് ഞാൻ എനിക്ക് കുറെ എനിക്ക് പറയാനുള്ള ഇങ്ങനെ ദൈവാത്മാവ് ഇങ്ങനെ മനസ്സിൽ തന്നപ്പോഴും ഐ കുഡന്റ് ഫൈൻഡ് എ ഹെഡിങ്. പക്ഷേ ദിസ് ഇസ് ദ ഹെഡിങ് ദാറ്റ് ഐ ഗോട്ട്, ദ സ്പിരിച്വൽ ദ പോസ്ചർ. ദൈവഭക്തിയായ സ്ത്രീയുടെ മനോഭാവം എന്തായിരിക്കണം, spiritual posture of a godly woman. This is something that the Lord put me, and I really praise God that even that this was a double confirmation for me. Okay, so ipan in
I want to share from the word about three women. I love reading and studying about women from the Bible. നമ്മളൊക്കെ ലാസ്റ്റ് വിമൻസ് ഡേ ഞങ്ങളുടെ ഹോസ്പിറ്റലില് when there was a small program, they were all asking, majority of us are women, so they were asking, are you all proud to be women? അപ്പൊ കുറെ പേര് പറഞ്ഞു, we are multitaskers. And even in the back of our mind, we think that we are multitaskers. We are able to do so many things, managing household, taking care of our children, profession, church activities. നമുക്കൊരു സെൽഫ് സഫിഷ്യന്റ് ഫീലിംഗ് തരുന്ന ഒരു കാര്യമാണ്. മേ ബി ഒരു എക്സ്ക്യൂസ് ദാറ്റ് വി ആർ multitaskers. Actually, that is a myth. Nobody can be a multitasker, because see, our brain can, maybe we can focus at two different things at the same time, but our brain rapidly switches between the two. അപ്പൊ എന്താ പറ്റുക വെച്ചാല് രണ്ടു വർക്കും പെർഫെക്റ്റ് ആവത്തില്ല. At last we'll experience burnout, we'll be tired, and then our last statement would be, I'm not enough. സോ ഇത് കോൺസ്റ്റന്റ്ലി എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ ആത്മീയ കാര്യത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. സോ ഗോഡ് റിയലി എൻകറേജ് മീ ത്രൂ 3 women from the Bible, which I want to share today. So the first woman is the Syrophoenician woman, the Canaanite woman from Matthew chapter 15 verses 22. Okay. So this women, we all know that Canaanites, they are staunch Baal worshippers. This lady, യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ she was very persistent. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഗുരു ഇവള് നമ്മളെ ഭയങ്കരമായിട്ട് അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പിന്നെ she is very persistent. See, let's just see this Syrophoenician woman. She has no Israeli knowledge, no prior knowledge of about the Messiah or about Christ. No background she has. And നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കാനനൈറ്റ്സിനെ ഭയങ്കരമായിട്ട് ഡിസ്പൈസ് ചെയ്തിരുന്ന ഒരു ജാതിയായിരുന്നു കനാന്യര്. ജൂസ് ഏറ്റവും കൂടുതൽ ഡിസ്പൈസ് ചെയ്തൊരു ജാതിയായിരുന്നു. She had the courage to come before the Lord. And look at the way she is addressing Jesus. കർത്താവേ ദാവീദ് പുത്ര. നമുക്ക് ഞാനിപ്പോഴും ചിന്തിക്കുന്ന ബൈബിളിനകത്ത് ഒത്തിരി ഈ നോൺ ഇസ്രായേലൈറ്റ്സ് അല്ലെങ്കിൽ നോൺ ജ്യൂസ് who had the spiritual revelation who Christ was. യേശുവിനെ ദാവീദ് പുത്ര എന്ന് അഭിസംബോധന ചെയ്ത് ഒത്തിരി പേരെ വീണു. പിന്നെ കുരുടനായ ബർത്തിമായി, then the centurion, അവരുടെയൊക്കെ faith has marveled Jesus just because they had this. Even Jews, when they had no revelation, even though they had this knowledge, these people who had no who had no religious background, they had this spiritual revelation who Christ was. അപ്പം അവളെ നമ്മൾ ആ സ്ത്രീയെ നോക്കുമ്പോൾ she had no eligibility, she had no ego. യേശു പറയുക, ഞാൻ ഇസ്രായേൽ മക്കളെ തേടിയല്ലയോ വന്നതെന്ന് പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹം ഞാൻ എങ്ങനെ നിനക്ക് എടുത്തു തരുന്നതെന്ന് ചോദിച്ചപ്പോൾ what she is saying is, I just need the crumbs that fall from the crumbs that fall from the master's table. അപ്പം I was thinking, see, she was very persistent, but look at the humility with which she is approaching the Lord. Sometimes അപ്പൊ എന്നോട് തന്നെ ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, do I come before the Lord with my profession, with my title, with my blessings? ഇപ്പം ആന്റി ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഫാമിലിയിലെ ഫസ്റ്റ്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം is Christ chose me as a vessel, to vest his power in me. അതിന് ആ എന്നിലുള്ള അഭിഷേകം മറ്റൊന്നിനും, വാട്ട് എവർ ഐ അച്ചീവ് ഇൻ ദിസ് ലൈഫ്, അതിനൊന്നിനും പകരം നിൽക്കാൻ അതൊന്നിനും പറ്റത്തില്ല. സോ ഐ വാസ് തിങ്കിങ് ഹൗ ബ്ലെസ്ഡ് വി ആർ. പക്ഷെ അത് നമുക്കുള്ള ഈ എല്ലാ ഈവൻ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണെങ്കിൽ കൂടി, നമ്മൾ അന്യഭാഷയെ സംസാരിക്കുന്നവരായിരിക്കും, പ്രവചനപരങ്ങളുള്ളവരായിരിക്കാം, ബട്ട് സ്റ്റിൽ വെൻ വി കം ബിഫോർ ദ ലോർഡ്, യേശുവിനോട് പറയും, യേശുവേ, യോർ ഗ്രേസ് ഇസ് ജസ്റ്റ് യുവർ ഗ്രേസ് ഇസ്, നിന്റെ കരുണ ഞങ്ങൾക്ക് മതി, നിന്റെ കൃപ മാത്രം മതി. ഞാൻ നല്ലതായിട്ട് ചർച്ചില് പാടുന്ന ആളായിരിക്കും, ഞാൻ ചർച്ചില് ഉള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഐ മേ ബി ഫസ്റ്റ് ആൻഡ് ഐ മേ ബി യൂസ്ഡ്. യേശു എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഉപയോഗിക്കുന്നതായിരിക്കാം, പക്ഷെ
the posture that when I come before the Lord, such humble but yet persistent, knowing that she knew that this is the only place where she can find the answer. യേശുവിനെ ഉള്ളൂ എനിക്ക് എന്റെ മോൾക്ക് ഒരു വിടുതൽ തരാൻ. She knew thoroughly and that this good Lord will do. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, do we have that assurance? എന്ത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. At last everything, യേശു എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നന്മയ്ക്കായി. Do we have that assurance when we approach the throne? So that was the first woman that really encouraged me. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മള് പൈലറ്റ് ഡേവ് ഫ്യൂജിയുടെ ഫ്യൂണറൽ, ഐ ബിലീവ് ദാറ്റ് ഓൾ ഓഫ് യു മസ്റ്റ് ഹാവ് വാച്ച്ഡ് ഇറ്റ്. ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദ ടെസ്റ്റിമണി ഓഫ് ദ godly parents. They had that hopes. മക്കളുടെ എനിക്ക് തോന്നുന്നു കല്യാണം ഏറ്റവും ഒരു അപ്പന്റെ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം മക്കളുടെ കല്യാണം. ആ ഒരു ദിവസത്തിൽ തന്നെ the Lord took their son away. And when I was ഞാൻ ഇങ്ങനെ ഓർക്കും, even in that devastating pain, even in that excruciating pain that the family was going through, see, look at the solid foundation on which they are standing. ഞാനിങ്ങനെ കേട്ടപ്പോ I was just crying throughout because ഞാൻ എന്റെ ഡാഡി ഇതുപോലെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം പെട്ടെന്ന് മരിച്ചപ്പോഴേ ഞാൻ ഐ ഹവ് ഷെയർഡ് ഇറ്റ് ഡാഡിയുടെ ഫ്യൂണറൽ സർവീസിൽ. പക്ഷെ ഐ ലിറ്ററലി എക്സ്പീരിയൻസ് ദാറ്റ്. ഞാൻ ICU മുമ്പിൽ നിന്നപ്പം when the doctor told me that ECG is not ECG is flat എന്ന് പറഞ്ഞപ്പോഴേ, he didn't tell me he is no more, he just told me ECG is flat. ഞാനത് പെട്ടെന്ന് കേട്ടപ്പോഴ് I could feel the ground was just separating, as if I'm just falling into a pit. I could literally feel that. പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ഒരു ശബ്ദം അത്, even after 2 years ഞാൻ അന്ന് യേശുവിന്റെ ശബ്ദം കേട്ടു, that I have called him into eternal healing. ഞാൻ അവനെ eternal healingലേക്ക് വിളിക്കുക എന്നുള്ളത്. So that voice, അത് ഇന്നും എന്റെ ഡാഡിയെ പറ്റി ഓർക്കുമ്പോൾ ഇന്നും ഞാൻ കരയും. ഈ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ ഇന്നും ഞാൻ കരയും. ആരെങ്കിലും എന്നോട് ഡാഡിയെ പറ്റി ചോദിച്ചാൽ ഞാൻ ഇന്നും എന്റെ കണ്ണ് നിറയും. പക്ഷെ ആ ഒരു voice that I heard. So are we actually listening to the voice of the Lord? യേശുവിന്റെ ആ ശബ്ദമാണ്. ഞാൻ എന്റെ ക്വൈറ്റ് ടൈമിനെ പറ്റി പറഞ്ഞില്ലേ, എന്നെ അന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമായിരുന്നു. See, we all read the Bible, we all read so many books, പക്ഷെ there is only one book that can read you. There is only one book that അതുകൊണ്ട് നമ്മളെ ദൈവവചനം ഇത്രയും, because it is living, that the word of God can speak directly into your heart, through your heart. So we are such a blessed we are such a blessed group of people. But that is first, persistent but humble. Now the second person, അല്ലെങ്കിൽ second woman, actually അത് the sisters of Bethany. രണ്ടാമത്തെ കാര്യം, the spiritual posture that we should have is prioritizing Jesus over all our spiritual services. See, നമ്മുടെ ലോകപരമായിട്ടുള്ള കാര്യത്തിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, because we are all growing in the Lord. So what happens is, sometimes this happened to me, sometimes we feel overweighted by so many responsibilities that we have, especially in church, or maybe at home, or what I'm talking about is more spiritual services that we as ladies perform, going for fasting prayer, or maybe attending, sharing the word of God. So many spiritual activities we are involved in. See, when you look at the sisters of Bethany, in Luke chapter 10 verses 39, we can see മാർത്ത ആൻഡ് മേരി അല്ലെ. മാർത്തയെ നോക്കിക്കേ, അവിടെ പറയുന്നുണ്ട്, വളരെ ശുശ്രൂഷയാൽ കുഴഞ്ഞുപോയ ഒരു സഹോദരി. മാർത്തയെ നോക്കുമ്പോഴ് ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, മാർത്ത യേശുവിനെ ഇങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് ഭയങ്കര വെമ്പൽ കൊള്ളുന്ന ഒരു സഹോദരിയായിരുന്നു മാർത്ത. ന്യായമായ ഒരു ചോദ്യം മാർത്ത ചോദിക്കുന്നേ യേശുവിനോട്, യേശുവിന് നിനക്ക് വിചാരം ഇല്ലയോ, ഇത്രയും യേശുവിന്റെ കൂടെ വന്ന ആൾക്കാര് പുരുഷാരം ഉണ്ട്. മാർത്ത is always, she opens her house to Jesus, she welcomes him, she always നമുക്കറിയാം വീട്ടില് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണം, അതും യേശുവിന് മാത്രമല്ല കൂടെ വരുന്ന എല്ലാവർക്കും ഉണ്ടാക്കണം. She always exhausted herself, she spent herself in service for the Lord.
പക്ഷെ മാർത്തയ്ക്ക് ഡെഫിനറ്റ്ലി she also wants to sit at Jesus' feet and listen to him. പക്ഷെ because of the household chores, she is not able to. But when she looks at Mary, now she is sitting, not helping her. She is sitting at Jesus' feet, and apathinum she started accusing her sister. See, we can see two sisters, both of them engaged in a spiritual thing. Martha, what is she doing? Her priority was serving the Lord. Mary, her priority was spending time with the Lord. See, these two things are entirely different. Serving the Lord and spending time with the Lord. പക്ഷേ സി യേശു മാർത്തയോട് അങ്ങനെ ചോദിക്കുമ്പോഴ് യേശു മാർത്തയെ വിളിക്കുന്നത് മാർത്തയെ മാർത്തയെ സി സച്ച് ടെൻഡർ കോളിങ്. യേശു മാർത്തയെ നോക്കി വഴക്ക് പറയുവോ അല്ലെങ്കിൽ സി നീ എന്തിനാ ഇതിന്റെ ഒക്കെ ഇതാണോ ഇമ്പോർട്ടന്റ്, ഭജനം കേൾക്കുന്നില്ലേ ഇമ്പോർട്ടന്റ് ഒന്നും പറഞ്ഞ് റിബ്യൂക്ക് ചെയ്യുവല്ല. I know sometimes we can hear the gentle voice of Christ, which I heard few months back. Jesus was asking me, Ramya, only one thing is necessary, only one thing is needed. And Mary chose the right portion. ഒറ്റ കാര്യമുള്ള ഇമ്പോർട്ടന്റ്. മേരി അവള് നല്ല അംശം അവള് തെരഞ്ഞെടുത്തു. So that was from Martha and Mary. So there was a point in my life when I was also saying, Lord, too many to-do list, so many things I have to do. But I'm not enough, Lord. As a parent, I'm failing. As a child of God, I'm failing. As a doctor, I'm failing. There was a point, നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. Maybe we'll get depressed when we can't do so many things at the same time, just like Martha. പക്ഷേ that tender voice of the Lord is always calling to me, calling to us. He's saying, come to me and learn from me. That is what Jesus is inviting us also to do, to go to his presence and to listen to his word firsthand, to listen to him firsthand. ചർച്ച് മീറ്റിംഗ്സിൽ പോയി അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി ശ്രേഷ്ഠ ദേവദാസന്മാരുടെ ഒക്കെ ആലോചനകൾ നമ്മൾ ഒത്തിരി എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ Jesus wants us to hear from him firsthand. So that is very important as ladies, because unless we draw the strength from the Lord, unless our source is not our Christ, നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന responsibilities, we'll miserably fail in those. So that is the second woman that really encouraged me. Now the third person. Now this is exactly opposite to the first lady, a spiritual warrior. So the third attitude that a godly woman should have is that of a attitude of courage but vigilant, a spiritual warrior. See, we all know that we are in a spiritual warfare, alle appam spiritual warfare against the devil. So this is the attitude that God wants us to take when we face the schemes of the devil, to be a spiritual warrior. Our thought varumba, the first person that comes to our mind is Esther. Esther, we'll see Esther in Esther chapter 4 verses 16. Estherന്റെ background നമുക്കറിയാം അല്ലേ? Can someone, monotonous ആയിപ്പോ, can someone read Esther chapter 4 verses 16? നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്നു എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ആമേൻ. സോ ഇവിടെ എസ്തർ പറയുന്നുണ്ട്, നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ ചെയ്യും. സി കുറച്ച് വാക്യങ്ങൾക്ക് മുമ്പ് the same person, she saying, യാതൊരു പുരുഷനോ സ്ത്രീയോ രാജാവിന്റെ അടുക്കൽ വിളിക്കപ്പെടാത്ത സമയത്ത് കയറി ചെന്നാല് തന്റെ പൊൻചെങ്കോൽ നീട്ടിയില്ല എങ്കിൽ നിശ്ചയമായിട്ട് അവൻ മരണത്തിന് യോഗ്യനാകും. സോ ദാറ്റ് ഇസ് ദ ലോ ഓഫ് ദാറ്റ് കൺട്രി. രാജാവിന്റെ സന്നിധിയിൽ ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞ എസ്തേർ, suddenly she got the courage to say this verse in verse 16. So I was thinking, so what gave her that strength to suddenly change her voice? So നമുക്ക് അവിടെ അറിയാം the words of Mordecai. Mordecai ചോദിക്കുന്നുണ്ട്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. ഇതിനായിട്ടല്ലോ ദൈവം നിന്നെ
ഉയർത്തിയത്. സംടൈംസ് വി ഫീൽ ദാറ്റ് വി ആർ നോട്ട് ഇറിപ്ലേസിബിൾ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഇഫ് വി ആർ നോട്ട് വില്ലിംഗ് to be available, ഞാൻ പറഞ്ഞതുപോലെ if we are not willing to be available for the Lord, കർത്താവ് വേറെ ആൾ ഉപയോഗിക്കും, and we will miss the chance terribly. We always get chances to come back to the Lord. പക്ഷേ യേശു ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് നമ്മൾ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് are we available? ഇപ്പൊ എസ്തേറിനെ ഒന്ന് നോക്കിക്കേ. She was an orphan girl, but she was a normal girl. She was raised up to this position, nothing not because of any of her merit, but just for a purpose. എന്തിനാ? യഹൂദന്മാരുടെ വിടുതലിന് വേണ്ടി ദൈവം അവളെ കണ്ടതുകൊണ്ടാ God raised her up in that position. അപ്പം എസ്തേർ, നമ്മള് മൊർദെഖായി, we all equate Mordecai to Holy Spirit, അല്ലെ? So this anointing that we have inside, നമ്മളിലുള്ള ഈ അഭിഷേകം, ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നെ എൻകറേജ് ചെയ്യുന്ന ഒരു വേഴ്സാ 2 Timothy chapter 1 verses 7. 2 Timothy chapter 1 verses 7. അവിടെ പറയുന്നത്, for God has not given us a spirit of fear, but of power, love and self-discipline. See, this is the work of the Holy Spirit, the power that God has given inside us, the courage that God has given inside us against the devil. അപ്പൊ നമ്മൾ ഈ anointing that God has given us, ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മൾ അന്യഭാഷ പറയുന്നതും അല്ലെങ്കിൽ കർത്താവ് നമ്മളിൽ തന്നിരിക്കുന്ന കൃപാവരങ്ങള് നമ്മൾ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും the base of everything that the Lord has poured on us, the base of this anointing is the holy life or the holiness that we have to carry in our walk with Christ. Anointing, ഞാനിത് കേട്ടിട്ടുണ്ട്, guard your anointing in holiness. വിശുദ്ധി ഇല്ലാത്ത അഭിഷേകമല്ല, വിശുദ്ധി ഇല്ലാത്ത അന്യഭാഷയല്ല. നമ്മുടെ ജീവിതം, മൈ വാക്ക് ഇൻ ക്രൈസ്റ്റ്, നമ്മൾ എല്ലാ മൊമെന്റിലും നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ. ഹൗ ഇസ് മൈ വാക്ക് വിത്ത് ദ ലോർഡ്? ഹൗ ഇസ് മൈ ലൈഫ്? Because so many eyes are following us, so many eyes are looking at us. അപ്പൊ എന്റെ യേശുവുമായിട്ടുള്ള എന്റെ നടപ്പ് എപ്രകാരമാണെന്ന് എന്റെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്, സഭയിലെ എന്റെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്, പോട്ടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വരുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ നോക്കുന്നുണ്ട്. ഹൗ ആം ഐ റെസ്പോണ്ടിങ് ടു ദം in moments of maybe stress or tension or when they approach us? ഞാൻ എപ്പോഴും ഓർക്കും, unless and until we receive from the Holy Spirit, we receive this inner voice, നമുക്ക് ആ ഒരു മൊമെന്റില് എപ്രകാരം ആക്ട് ചെയ്യണമെന്ന് പോലും നമ്മൾ വിൽ ഫീൽ ടെറിബ്ലി. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഒരു ബ്രദറായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഹി ഈസ് എ ഹിന്ദു ആക്ച്വലി. ഹി ഓൾവേസ് കോൾസ് മീ ടു പ്രേ. അപ്പൊ ഞാന് കുറേ നാൾക്ക് ശേഷം, സോ ഹി യൂസ് ടു അപ്ഡേറ്റ് മീ സെയിങ്, പിന്നെ ചേച്ചി എനിക്കിങ്ങനെ ഒരു വൈറൽ ഫീവർ പിടിച്ചു, എനിക്ക് ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടാ, വോയിസ് ഒട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും. അപ്പം ഞാന് ശരിക്കും പറഞ്ഞ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നേരിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് അതിനുള്ള കറേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ഫ്യൂണറൽ സർവീസിന് ഞാൻ ചെന്നപ്പം he approached me and he became so skinny, ഭയങ്കരമായിട്ട് മെലിഞ്ഞ്, എന്റെ വോയിസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. I felt so sad seeing him like that. അപ്പം എന്റെ അടുത്ത് രമ്യ ചേച്ചി, എനിക്ക് പിന്നെ OPD-ലൊന്നും, he is also a doctor, എനിക്ക് OPD-ലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, I can't talk to my patients. അപ്പൊ ഞങ്ങൾ ആക്ച്വലി അതൊരു ഗ്രൗണ്ടിൽ നിൽക്കുമായിരുന്നു. Suddenly the Holy Spirit moved inside me and told, you just pray for him. ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാ. പക്ഷെ എന്റെ ഉള്ളില് എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു പ്രേരണ വന്നു. ഞാൻ ഇങ്ങനെ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കണോ ആൾക്കാരെ കണ്ട. പക്ഷെ ഐ റിയലി ഫെൽറ്റ് ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് മോഷൻ ദാറ്റ് വാസ് ഇൻസൈഡ് മീ. ജസ്റ്റ് പ്രേ ഫോർ ഹിം. ആൻഡ് ഐ പ്രേഡ് ഫോർ ഹിം. നെക്സ്റ്റ് ഡേ ഹി കോൾഡ് മീ ആൻഡ് ടോൾഡ് മീ, ചേച്ചി യുവർ പ്രേയർ വാസ് സച്ച്. ഞാൻ പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നല്ല, ആ മൊമെന്റ്, ബിക്കോസ് ഐ പ്രേഡ് ഫോർ സോ മെനി പീപ്പിൾ. നമ്മള് വിടുതൽ കാണാത്ത വിഷയങ്ങളും ഉണ്ട്. പക്ഷെ ദാറ്റ് മൊമെന്റ് when I chose to obey Christ, when I chose to listen, chose to obey the voice of the Holy Spirit, അവിടെയാ ദൈവം പ്രസാദിച്ചത്. So what I was saying was, നമ്മള് unless we tune our hearts to hear this voice of the Holy Spirit,
വി ക്യാൻ, നമ്മുടെ ഉള്ളത്തിലുള്ള ഈ അഭിഷേകം, വി ആക്ച്വലി, ഞാൻ ഓർക്കും നമുക്ക് ശരിക്കും ഇതിന്റെ ഒരു പവർ അറിയത്തില്ല. നമുക്ക് ഇതിന്റെ ഈ അഭിഷേകത്തിന്റെ ഒരു ശക്തി ശരിക്കും സംടൈംസ് വി റിയലി അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് പവർ ദാറ്റ് ഇസ് ഇൻ us. ക്രൈസ്റ്റ് ഇസ് ദെയർ ഇൻ മീ. യേശു എന്റെ കൂട്ടത്തിലല്ല, ക്രൈസ്റ്റ് ഇസ് ദെയർ ഇൻസൈഡ് മീ. I am a warrior. I am a child of God. See, it is such a powerful authority that we have when disease comes, when distress comes, when depression comes. And one more testimony I want to share is this happened actually 1 month back. ഒരു മാസം മുമ്പ് എന്റെ സൗണ്ട്, ഈവൻ ഐ ഹാഡ് എ വോക്കൽ കോഡ് പ്രോബ്ലം. ഞാൻ ചർച്ചിൽ ഇച്ചിരി സ്ട്രെയിൻ എടുത്തൊരു ദിവസം പാടി. അടുത്ത ദിവസം ഞങ്ങൾക്കൊരു മുറ്റത്ത് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പാടിയപ്പം എന്റെ ഞാൻ ഇച്ചിരി വോയിസ് എടുത്ത് പാടി, പക്ഷെ എന്റെ സൗണ്ട് അങ്ങ് അടഞ്ഞു പോയി. നെക്സ്റ്റ് വൺ വീക്ക് ഞാൻ ഇച്ചിരി പേഷ്യൻസിനോട് ഇച്ചിരി ഞാൻ ഇച്ചിരി സംസാരിക്കുന്ന ആള്. അപ്പൊ ഐ കുഡിന്റ് റേസ് മൈ വോയിസ്, ഐ കുഡിന്റ് സ്പീക്ക് പ്രോപ്പർലി. എന്റെ സൗണ്ട് അതുപോലെ അങ്ങ് അടഞ്ഞു പോയി. almost 2-3 weeks I consulted ENT doctor. അപ്പൊ then she told me, രമ്യ ഒട്ടും പാട്ട് പാടരുത്, വർത്താനം 2 ദിവസം കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ ഇറ്റ്സ് നോട്ട് പോസിബിൾ, എനിക്കിപ്പോ ലീവ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. അപ്പൊ പറഞ്ഞു യു ടോക്ക് വെരി സോഫ്റ്റ്ലി, പക്ഷെ വിസ്പർ ചെയ്താ ഇറ്റ് അഗ്രിവേറ്റ്, പക്ഷെ ജസ്റ്റ് മോഡുലേറ്റ് യുവർ സൗണ്ട്, പക്ഷെ ഡോണ്ട് സിങ്. ഇപ്പൊ എന്നോട് ഡോണ്ട് സിങ് ഇൻ ചർച്ച്. ഞാന് അതിനുശേഷം 3 ആഴ്ച, ഞാൻ ആദ്യത്തെ ആഴ്ച ഞാൻ കൊയറിലും ഉണ്ട്. അപ്പൊ പാടാനായിട്ട് ഞാൻ വിചാരിച്ചു പാസ്റ്ററിനോട് പറയാം. പാസ്റ്റർ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു പാടണ്ടെന്ന്. അപ്പൊ ഞാൻ രാവിലെ, പക്ഷെ എനിക്ക് ഭയങ്കര ഹെസിറ്റന്റ്, ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷ അത്. അപ്പൊ ഞാൻ അവിടെ പറയണോ വേണ്ടായോ നീ ഡൗട്ട് അടിച്ച് ഇങ്ങനെ ഇരുന്നപ്പം എന്റെ മനസ്സിനകത്ത് പെട്ടെന്ന് ഈ ഒരു പാട്ട് വരുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിനകത്ത് ദൈവാത്മാവ് ചോദിക്കുക, സി ഐ ഗേവ് യു, നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ക്യാൻ യു നോട്ട് ജസ്റ്റ് സിങ് ഫോർ മീ? ഞാൻ പറഞ്ഞു യെസ് ലോർഡ്, ഞാൻ പാടാം എന്ന് പറഞ്ഞ് ഞാൻ ആ 3 weeks 3 ആഴ്ച എനിക്ക് പക്ഷെ ഹൈപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഐ വാസ് ദെയർ അവൈലബിൾ ഫോർ ദ ലോർഡ്. എനിക്ക് കർത്താവിനെ പാടാതിരിക്കാൻ പറ്റത്തില്ല. സോ ഐ വാസ് ജസ്റ്റ് ദെയർ ഇൻ ദാറ്റ് പൊസിഷൻ. ആൻഡ് 3 ആഴ്ച എനിക്ക് ഹൈപ്പിച്ചെടുക്കാനേ പറ്റുന്നില്ലായിരുന്നു. കഴിഞ്ഞ മാസം, അതിന് ശേഷമുള്ള 1 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു മുറ്റത്ത് കൺവെൻഷൻ വന്നു. ആ മുറ്റത്ത് കൺവെൻഷന് ഞങ്ങൾ പാടാൻ ചെന്നപ്പോ അന്ന് ഞാനും ഞങ്ങളുടെ പാസ്റ്ററും കീബോർഡ് വായിക്കുന്ന മോൻ മാത്രമേ ഉള്ളൂ. ഞാൻ വെച്ചിട്ട് കർത്താവെ പാടാൻ, അതും അന്ന് ഒത്തിരി മറ്റ് മർത്തോമ സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഹൈന്ദവരായിട്ടുള്ള ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു. ഐ വാസ് തിങ്കിങ് ലോർഡ് ഹൗ കെൻ എനിക്ക് ഒട്ടും ഹൈപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ വെൻ വി സ്റ്റാർട്ടഡ് വർഷിപ്പിംഗ് ദ ലോർഡ്, ദ ഫസ്റ്റ് സോങ് വാസ് അർഹിക്കാത്ത നന്മകൾ. and ഭയങ്കര high pitch level, and I just sang and my voice just opened up. I praise God for that healing that I experienced. This happened last Sunday അല്ല, കഴിഞ്ഞ Tuesday. അത് കഴിഞ്ഞ് എക്സാക്ട്ലി ഐ വാസ് സോ ഹാപ്പി. ഐ തോട്ട് ഓക്കെ, ഞാൻ ചർച്ചിൽ എനിക്ക് സാക്ഷ്യം പറയണം. ഐ ഗോട്ട് ദിസ് divine touch from the Lord. Exactly 4 days later I had a severe back pain and when I couldn't even move. 2 days കഴിഞ്ഞപ്പം I couldn't even get up from my bed. This happened last Thursday. അപ്പം ഞാൻ ഓർത്തോയെ കാണിച്ചപ്പോൾ complete bed rest for 3 days. And see, I was thinking the Lord was really preparing me, because just because I knew that the Lord touched me through that season, he touched me, but he touched my vocal cord. I knew for sure that God will definitely, ഞാൻ കഴിഞ്ഞ ആഴ്ച സഭയിലും സാക്ഷ്യം പറഞ്ഞു, ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ഹീൽഡ്, പക്ഷെ ഐ നോ ഫോർ ഷുവർ ദാറ്റ് ഈ സൺഡേ ഞാൻ എഴുന്നേറ്റ് നിന്ന്, ബിക്കോസ് എനിക്ക് താഴെ ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു, പക്ഷെ ഗോഡ് ഹാസ് റിലീവ്ഡ് മൈ പെയിൻ സോ മച്ച്. ഒത്തിരി വേദന കുറവുണ്ട്. ആൻഡ് ഐ നോ ദാറ്റ് ഹി, ബിക്കോസ് ഐ നോ, ആൻഡ് പേഴ്സണലി ബിക്കോസ് ഐ received that touch of healing from the Lord, I know that he will completely without any residue, he will completely heal me, and I'm very sure of that. See, I was thinking God prepares us through some seasons enthinu vendi, so that we can face a harder season that is ahead of us. Just because I received that healing when a more severe pain, or when this was more painful situation in my life,
പക്ഷെ I really praise God that I got that opportunity to rest in my bed for 3 days. And ആ സമയത്താ മമ്മി എന്നെ വിളിച്ച് ഈ സെഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഐ ഗോട്ട് ദ ടൈം ഓൾസോ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, യേശുവെ യു ടോക്ക് ടു മീ ലോർഡ്. സോ ഞാൻ ജസ്റ്റ് ടു എൻകറേജ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഇഫ് യു തിങ്ക് ദാറ്റ് എനിക്ക് അതിന് കഴിവില്ല, എനിക്ക് പാടാൻ കഴിവില്ല, എനിക്ക് വചനം ഷെയർ ചെയ്യാൻ കഴിവില്ല, എനിക്ക് ഒന്നിനും ഐ എം നോട്ട് ഇനഫ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സി ഐ ആം ദ വേഴ്സ് ആക്ച്വലി. എനിക്ക് പാടാൻ വലിയ കഴിവുള്ള ആളല്ല, എനിക്ക് വചനം ഷെയർ ചെയ്യാൻ വലിയ കഴിവുള്ള ആളല്ല. പക്ഷെ റിമെമ്പർ വൺ തിങ്, ഗോഡ് നീഡ്സ് അസ്. ഹി ജസ്റ്റ് നീഡ് us ടു ബി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവെ യേശുവിന്റെ കയ്യിൽ ഒരു തവിയാക്കി എന്നെ തീർക്കണം, സോ ദാറ്റ് ഐ ക്യാൻ യേശുവിന്റെ ആ ഒരു ദാറ്റ് ഫീസ്റ്റ് ഐ ക്യാൻ മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാനായിട്ട് യേശു അങ്ങടെ കരത്തിൽ ഒരു തവിയാക്കണം, യേശു അങ്ങടെ കയ്യിൽ ഒരു മൈക്ക് ആക്കണം. സി ഇഫ് യു ആർ ജസ്റ്റ് വിത്ത് ദ ലിറ്റിൽ ദാറ്റ് യു ഹാവ്, മേ ബി God just look at what the smallest, maybe the weakest thing that maybe what you are having. Just take it to the Lord. Lord, I am available. Use me for your glory. See, this is the time that we really have to, നമ്മൾ ഒത്തിരി ബ്ലെസ്ഡ്, നമ്മൾ ഒത്തിരി യേശുവിൽ നിന്ന് റിസീവ് ചെയ്തവരാ. പക്ഷെ now this is the time that we have to give it to others who are perishing around us. എസ്തേറിനോട് ചോദിച്ച ആ ചോദ്യം നമ്മളോടും ചോദിക്കണം. നീ മിണ്ടാതിരുന്നാൽ, നമ്മൾ ഓരോരുത്തരും മിണ്ടാതിരുന്നാൽ രക്ഷ കർത്താവ് വേറെ എവിടെന്നെങ്കിലും എഴുന്നേൽപ്പിക്കുമായിരിക്കും. പക്ഷെ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് we have to give this account of this blessing that God has given me. ഒത്തിരി ലഭിച്ചവനിൽ നിന്ന് കർത്താവ് ഒത്തിരി ചോദിക്കും. സോ വാട്ട് എവർ, ഈ മൂന്ന് വ്യക്തികളെ മറക്കരുത്. The Syrophoenician woman who was persistent. I think my time is okay, 5 more minutes. So the Syrophoenician woman who was persistent but yet humble when she came to the Lord. Second posture, prioritizing the time with Jesus, the quiet, that sweet time with Jesus, to listen to his voice firsthand over all other spiritual services that we are engaged in. And third thing is the spiritual warrior that God wants us to be, just like Esther. നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ ചുറ്റിനുമുള്ള ഒത്തിരി ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുക. സോ അൺലെസ് ആൻഡ് അൺടിൽ വി റിസീവ് ഫ്രം ദ ലോർഡ്, വി കാൻറ്റ് ഗിവ് ഇറ്റ്, വി കാൻറ്റ് offer it to others. And let me end this thing with one, ഞാൻ എന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന, പണ്ട് കേട്ടിട്ടുള്ള ഒരു കോട്ട് ആക്ച്വലി. Michelangelo, we all know him, he is a very famous painter, a sculptor. His one famous quote is there: I saw an angel in the marble and I carved until I set him free. ഇതെന്നെ ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്ത ഒരു കാര്യമാണ്. See, God, he intimately knows the person who I should be. I'm a beautiful masterpiece in God's hands. He exactly knows the purpose for which I am created. And then Holy Spirit is chiseling us. Our rockine, just like our rockine carve ചെയ്ത് ബാക്കിയുള്ള ഭാഗം എല്ലാം chisel ചെയ്ത് that beautiful sculpture, it's already there. That beautiful artistry is already there in the rock. And what he does is, he is saying, he is just chiseling the rest of it so that that beautiful masterpiece will just come out. So നമ്മളും അപ്രകാരം യേശു നമ്മളെ ഓരോ ദിവസവും, പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും നമ്മളെയും ഇങ്ങനെ ചെത്തി ചിസിൽ ചെയ്തുകൊണ്ടേയിരിക്കും, so that the image of Christ will be ultimately revealed through us. മറ്റുള്ളവർക്ക്, നശിച്ചു പോകുന്ന ഈ തലമുറയില് നമ്മൾ ജ്യോതിസുകളായിട്ട് വിളങ്ങി നിൽക്കാനായിട്ട് യേശുവിന്റെ ആ ഇമേജ് that should come out of us. അതിനുവേണ്ടി ഓരോ ദിവസവും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഓരോ ദിവസവും യേശുവിന്റെ ശബ്ദം കേൾക്കാം, ആ മാറോട് ചേർന്നിരിക്കാം. I really thank God for giving me this opportunity. And also this is the time I could reflect my life. എന്റെ സ്പിരിച്വൽ, ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കായിരുന്നു, വേർ ഇസ് മൈ സ്പിരിച്വൽ, എന്റെ സ്പിരിച്വൽ ആപ്പിറ്റൈറ്റ്, എന്റെ ആ ദാഹം, എന്റെ ആ യേശുവിനോടുള്ള വിശപ്പ്, അതിന്റെ അളവ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഈ സ്പിരിച്വൽ ആപ്പിറ്റൈറ്റിന്റെ ഒരു ഭയങ്കര ഒരു
സൂപ്പർ നാച്ചുറൽ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ യേശുവിനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ വി നീഡ് ഹിം മോർ ഓഫ് ഹിം. നോർമൽ വിശപ്പ് എന്തോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിൽ ബി സാറ്റിസ്ഫൈഡ്. പക്ഷെ യേശുവിനെ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഐ നീഡ് ഹിം മോർ, ഐ വിൽ ബി നെവർ ബി സാറ്റിസ്ഫൈഡ്. സോ അപ്രകാരം നമ്മൾ ഓരോരുത്തരും ലെറ്റ് us be persistent but humble before the Lord. Let us be courageous and spiritual warriors for the Lord. And let us prioritize our sweet time with Jesus more than all our other activities. And I thank once more dear auntie, pastor uncle, for giving me this opportunity. And I'm really thankful for the church for constantly upholding us in your prayers. ഞങ്ങള് ഇവിടെ നാട്ടിലാണെങ്കിലും I know that ഡാഡിക്കും മമ്മിക്കും വേണ്ടിയും ക്രിസ്റ്റിമോന് ഷെൽമോക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് we are very sure. So I really thank God, and please continue to pray for us. ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു again.